കുറേ നാളത്തെ ഒരു വൂണ്ട് കാണും, അതിലൊരു എക്സ്റ്റേണൽ വൂണ്ട് കാണും, പെയിൻ ഉണ്ടാകും പേഷ്യൻസിന്. കുറച്ച് നാളെടുക്കും അതൊന്ന് ഹീലായി വരാനായിട്ട്. ഹായ് സർ. ഹായ്. എന്താണ് ഈ പൈൽസിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വരുന്നത്? നമ്മൾ മുന്നത്തെ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സിൻ്റെ കോസ്, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് പറയാൻ പോകുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതിനുള്ള ചികിത്സാ രീതികൾ. ഇതിന് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേഡ്, അതിൻ്റെ സിവിയറിറ്റി വെച്ചിട്ട് നമ്മൾ അതിനെ തരംതിരിക്കാറുണ്ട്. ഓക്കെ, അതിൽ തുടക്കത്തിലുള്ള 1ഉം 2നൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, പിന്നെ നമുക്ക് അതുപോലെ തന്നെ കുറച്ച് ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൂളൊന്ന് ലൂസായിട്ട് പോകാനുള്ള, കട്ടിയായിട്ട് പോകുമ്പോഴത്തേക്കാണ് ഹെമറോയിഡ്സ് വരുന്നത്. അപ്പോൾ അതിൽ ലാക്സേറ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, പിന്നെ അവിടെ ടോപ്പിക്കലി അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്രീമുകൾ, ടാബ്ലറ്റുകളുണ്ട്. പിന്നെ ചെറിയ സർജിക്കൽ പ്രൊസീജിയർ, മൈനർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റബ്ബർ ബാൻഡ് ലൈഗേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ റബ്ബർ ബാൻഡ് പോലുള്ള ഒരെണ്ണം നമ്മുടെ ഈ ഹെമറോയിഡ്സിൻ്റെ ബേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് അത് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ക്ലീറോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. നമുക്ക് ഈ ഹെമറോയിഡൽ ആർട്ടറിയിലേക്ക് ഹെമറോയിഡൽ ആർട്ടറിയുടെ അവിടെ നമുക്ക് സ്ക്ലീറോസിങ് ഏജൻറ്റ്സ് അത് ലോക്കലി നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ മൈനർ സർജിക്കൽ പ്രൊസീജിയർ. പിന്നീട് പോകുന്ന അതായത് മെഡിക്കലും പിന്നെ മൈനർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയും. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ മേജറായിട്ടുള്ള ഒരു ഗ്രേഡ് 3ക്ക് മുകളിലേക്കുള്ള 3 അല്ലെങ്കിൽ 4 കണ്ടീഷൻ, നല്ല സിംറ്റമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് പേഷ്യൻ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ ഓപ്ഷൻസ് ആണ് മെയിൻലി ഉള്ളത്. അതിൽ നമുക്ക് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹെമറോഡക്ടമിയാണ്. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഹെമറോഡക്ടമി ആകുമ്പോൾ അതിന് കുറേ നാളത്തെ ഒരു വൂണ്ട് കാണും, അതിലൊരു എക്സ്റ്റേണൽ വൂണ്ട് കാണും, പെയിൻ ഉണ്ടാകും പേഷ്യൻസിന്, കുറച്ച് നാളെടുക്കും അതൊന്ന് ഹീലായി വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ഹെമറോഡക്ടമി ഉണ്ട്. പിന്നെ ന്യൂവർ ടെക്നിക്സ് ആയിട്ടുള്ള നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ലേസർ എന്ന് പറയുന്ന ഒരു എനർജി ഡെലിവറിങ് ഡിവൈസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഈ രക്തക്കൊള്ളുകളെ നമ്മൾ കരിച്ച് കളയുക, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ബ്ലീഡിങ് കുറയ്ക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റേപ്ലർ ഹെമറോഡക്ടമി അല്ലെങ്കിൽ സ്റ്റേപ്ലർ ഹെമറോഡോപെക്സി എന്ന് പറയുമ്പോൾ നമുക്കൊരു സർക്കുലർ സ്റ്റേപ്ലർ വെച്ചിട്ട് നമ്മൾ ഹെമറോയിഡിന് മുകളിലുള്ള ആ ടിഷ്യൂവിനെ നമ്മൾ ഈ സ്റ്റേപ്ലർ വെച്ച് കട്ട് ചെയ്ത് അനസ്റ്റമോസ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഹെമറോയിഡിലേക്കുള്ള രക്തഓട്ടം കുറയും. അങ്ങനെ വന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂവർ ടെക്നിക്സ്, വേറെ ഇതിലും കുറേ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അതിലൊന്നാണ് ഷിവാർഡ്സ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ മലദ്വാരത്തിനുള്ളിൽ പെയിൻ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പെയിൻ കുറവുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ 2 ലെയേഴ്സ് തുന്നലുകൾ നമ്മൾ അബ്സോർബബിളായിട്ട്, അതായത് നമ്മുടെ ബോഡിയിലേക്ക് അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, അതും ഇതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേപ്ലർ പോലെ തന്നെ, സർക്കുലർ സ്റ്റേപ്ലർ പോലെ തന്നെ ഇതിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് ഹെമറോയിഡ് ഗ്രാജുവലി അതിൻ്റെ സൈസ് കുറഞ്ഞ് നമുക്ക് കൺട്രോൾ ചെയ്യും. പക്ഷേ ഈവൻ നമ്മൾ സർജറി ചെയ്തെന്ന് പറഞ്ഞാലും ഇതിന് ശേഷം പേഷ്യൻസ് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ആ സ്റ്റൂള് ഹാർഡാകാതിരിക്കാനുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ് വേണ്ടത്. ഫുഡ് ഹാബിറ്റ്, അതായത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഈ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വെള്ളമൊക്കെ നല്ലപോലെ കുടിക്കുക എന്നുള്ളത് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ.